Hello everyone, welcome to Insigniya English. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് did എന്ന് പറയുന്ന ഒരു ടോപ്പിക് ആണ്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. പക്ഷേ നമുക്ക് എപ്പോഴും ആവശ്യം വരുന്ന ഒരു ടോപ്പിക് ആണ്. നമുക്ക് ഇതിൽ എങ്ങനെയാണ് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാന്ന് ഒന്ന് നോക്കി നോക്കാം. did എന്ന് വെച്ചിട്ടുള്ള സെന്റൻസുകളിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതിൽ ആദ്യം വരുന്ന ഒരു കാര്യമാണ് didന്റെ കൂടെ വെർബിന്റെ ഫസ്റ്റ് ഫോം ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ വെർബ് കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. പക്ഷേ ഇവിടെ നമ്മൾ ഇത്രയേ ഓർക്കേണ്ട ആവശ്യമുള്ളൂ. വെർബ് എന്ന് വെച്ചാൽ ഇറ്റ്സ് ആൻ ആക്ഷൻ. നമ്മളിപ്പോൾ എഴുതുക എന്ന് പറയുന്നതും പഠിക്കുക എന്ന് പറയുന്നതും പോകുക വരിക ഇതൊക്കെ ഈ വെർബുകളാണ്. അപ്പോൾ ഇതിന് നമ്മൾ എന്തായാലും ചെറിയ ക്ലാസ്സിലൊക്കെ ഫസ്റ്റ് ഫോം സെക്കൻഡ് ഫോം തേർഡ് ഫോം എന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ റൈറ്റ് ആണെങ്കിൽ റൈറ്റ് റോട്ട് റിട്ടൺ എന്നൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. ഇതിൽ ഈ റൈറ്റ് ഫസ്റ്റ് ഫോം ആണ് ഡിഡ് എന്നുള്ള സെൻറ്റൻസുകളിൽ യൂസ് ചെയ്യേണ്ടത്. ഇതിനൊരു കാരണമൊക്കെ ഉണ്ട്. അത് നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോയിൽ ചെയ്യും. അപ്പോൾ നമുക്കിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഡിഡിൻ്റെ മാത്രം കുറച്ച് തിയറിയാണ്. വളരെ സിമ്പിളായിട്ട് ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ എല്ലാം മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ പറഞ്ഞുതരാൻ പോകുന്നത്. ഡിഡിൻ്റെ കൂടെ വെർബിൻ്റെ ഫസ്റ്റ് ഫോമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് സെൻറ്റൻസുകളെ കുറിച്ചൊന്ന് നോക്കാം. അതിനു മുമ്പ് ഡിഡ് എവിടെ ഉപയോഗിക്കേണ്ടതെന്ന് അറിയണ്ടേ? നമ്മൾ ഒരാളുടെ അടുത്ത് ഒരു കാര്യം ചെയ്തോ എന്നറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡിഡ് ഉപയോഗിക്കുന്നത്. എന്തെങ്കിലും ഒരു കാര്യം ചെയ്തോ എന്ന് നമുക്ക് ചോദിക്കണമെങ്കിൽ നമുക്ക് ഡിഡ് എന്നുള്ള ഫോം ഉപയോഗിക്കാം. അതായത് ചെയ്തോ എന്നറിയണമെങ്കിൽ നമ്മൾ ഒരാളോട് ചോദിക്കുകയാണ് നീ പഠിച്ചോ എന്ന് നമ്മൾ ചോദിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചോ എന്ന് നമുക്ക് ചോദിക്കണം. അപ്പോൾ നമുക്ക് ഡിഡിൽ ചോദിക്കാം നിങ്ങൾ എഴുതിയോ, നിങ്ങൾ പോയോ, ഇത്തരത്തിലുള്ള ഏത് കാര്യങ്ങളും നമുക്ക് ഡിഡിൽ ചോദിക്കാൻ പറ്റും കേട്ടോ. അതായത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഡിഡിൽ ചോദിക്കാൻ പറ്റും. ദിവസം നമ്മൾ സംസാരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഡിഡിൽ വരുന്നതാണ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. നമ്മൾ ഒരാളോട് ചോദിക്കുകയാണ്, ഏറ്റവും സിമ്പിൾ തന്നെ തുടങ്ങാം, നീ പഠിച്ചോ അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചോ എന്ന് നമുക്ക് ഒരാളോട് ചോദിക്കണം. അപ്പോൾ ഒന്നുമില്ല, നിങ്ങൾ എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് വേർഡ് നമുക്കറിയാം, യു ആണെന്നറിയാം. ഡിഡ് യു സ്റ്റഡി? ഞാൻ പറഞ്ഞു ഡിഡുള്ള സെൻറ്റൻസിൽ വെർബിൻ്റെ ഫസ്റ്റ് ഫോമേ വെക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മളുടെ മൈൻഡിൽ പലപ്പോഴും സ്റ്റഡി ആണോ വെക്കുക സ്റ്റഡീഡ് ആണോ വെക്കുക എന്നൊക്കെ അങ്ങനെ തോന്നും. പക്ഷെ ഒന്നുമില്ല, ഫസ്റ്റ് ഫോമാണ് ഡിഡ് യു സ്റ്റഡി. അതായത് നിങ്ങൾ പഠിച്ചോ. നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചോ എന്ന് നമുക്ക് ചോദിക്കണമെങ്കിൽ ഡിഡ് യു സ്റ്റഡി ഇംഗ്ലീഷ്. നിങ്ങൾ പോയോ? ഡിഡ് യു ഗോ. നിങ്ങൾ എഴുതിയോ? ഡിഡ് യു റൈറ്റ്. നിങ്ങൾ എക്സാം എഴുതിയോ? ഡിഡ് യു റൈറ്റ് ആൻ എക്സാം. നിങ്ങൾ ചോദിച്ചോ? ഡിഡ് യു ആസ്ക്. നിങ്ങൾ അവിടെ പോയോ? ഡിഡ് യു ഗോ ദർ. നിങ്ങൾ ബുക്ക് വായിച്ചോ? നിങ്ങൾ ആ ബുക്ക് വായിച്ചോ? ഡിഡ് യു റീഡ് ദാറ്റ് ബുക്ക്. നിങ്ങൾ ഫിലിം കണ്ടോ? ഡിഡ് യു വാച്ച് എ ഫിലിം. ഇതാണ് നമ്മൾ കുറച്ച് നിങ്ങൾ എന്ന് വരുമ്പോൾ ഉപയോഗിക്കുന്നത് ഇങ്ങനെയാണ്. ഇതേ കാര്യം തന്നെ നമുക്ക് അവൾ പഠിച്ചോ അല്ലെങ്കിൽ അവൾ എഴുതിയോ അല്ലെങ്കിൽ അവൻ പഠിച്ചോ അവൻ പോയോ അല്ലെങ്കിൽ അവർ പോയോ എന്നൊക്കെ നമുക്ക് ചോദിക്കേണ്ടി വരും. ഇങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. നമ്മൾ ചോദിക്കുന്ന ഇതാണ്, അവൾ പോയോ എന്ന് നമുക്ക് ചോദിക്കണം. അവൾക്ക് നമുക്കറിയാം ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്നത് ഷീ എന്നാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഡിഡ് ഷീ ഗോ. അവൾ പഠിച്ചോ? ഡിഡ് ഷീ സ്റ്റഡി. അവനെ കണ്ടോ? ഡിഡ് ഷീ സീ ഹിം. അവൾ ആ ഫിലിം കണ്ടോ? ഡിഡ് ഷീ വാച്ച് ദാറ്റ് ഫിലിം. ഇനി ഹീ ആണെങ്കിൽ ജസ്റ്റ് ഹീ വയ്ക്കുക. അവൻ പോയോ എന്നാണെങ്കിൽ ഡിഡ് ഹീ ഗോ. അവൻ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തോ? ഡിഡ് ഹീ അറ്റൻഡ് ദാറ്റ് മീറ്റിംഗ്. അവൻ അവളെ കണ്ടോ? ഡിഡ് ഹീ സീ ഹർ. ഇങ്ങനെയായിരിക്കും. ഇതേ കാര്യം തന്നെ നമുക്ക് ദേ വെച്ചിട്ടാണ് പറയേണ്ടതെങ്കിൽ എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ പറയാണ് അവർ പോയോ? ഡിഡ് ദേ ഗോ. അവർ വായിച്ചോ? ഡിഡ് ദേ റീഡ്. അവർ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തോ? ഡിഡ് ദേ അറ്റൻഡ് മീറ്റിംഗ്. അവർ ഫോം ഫിൽ ചെയ്തോ? ഡിഡ് ദേ ഫിൽ ദ ഫോം. അതായത് നമുക്ക് എത്ര വാക്കുകൾ അറിയോ അത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാൻ പറ്റും. ഈ ഒരു ഫോം നമുക്ക് വളരെയധികം ആവശ്യം വരുന്ന ഒരു ഫോമാണ്. കുറച്ച് വേർഡ്സുകൾ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്.
അപ്പോൾ അതിലുള്ള വാക്കുകളും വെച്ചിട്ട് കുറച്ചും കൂടി പ്രാക്ടീസ് ചെയ്ത് നോക്കണം കേട്ടോ. താങ്ക് യു.